ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഗ്രിൽഡ് ചിക്കൻ ആണ്. അപ്പോൾ അതിനായിട്ട് 1300 ഗ്രാമിൻ്റെ 2 ചിക്കനാണ് കഴുകി റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ രണ്ടിലും നമ്മൾ 2 തരത്തിലുള്ള മസാലക്കൂട്ടാണ് ചേർക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമേ ഇതിലേക്ക് ഗ്രീൻ കളറിലുള്ള മസാലയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, പുതിനയില, ഇഞ്ചി, നാരങ്ങയുടെ നീര്, ഉപ്പ് ഇത്രയും ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ അരയ്ക്കുമ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ച് എടുക്കാനായിട്ട്. ഇപ്പോൾ ഈ അരച്ചെടുത്ത മിക്സ് അതിന് ഈ ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് എല്ലായിടത്തും ആകുന്ന രീതിക്ക് തന്നെ നമ്മൾ ആ ചിക്കൻ ഇടയ്ക്കൊക്കെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരഞ്ഞു കൊടുക്കുമ്പോൾ ചിക്കനൊക്കെ അകത്തോട്ടുകൂടി മസാല പിടിക്കാനായിട്ടാണ്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. വേറൊരു പാത്രത്തിലേക്ക് മറ്റേ ചിക്കനും കൂടിയുള്ള മസാല തയ്യാറാക്കി എടുക്കാം. ഇതിലേക്ക് മുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, കുരുമുളക് പൊടി, ഉപ്പ്, നാരങ്ങ നീര്, ഇത്രയാണ് നമ്മൾ ഈ ഒരു മസാലക്കൂട്ടിലേക്ക് വേണ്ടത്. ഇതൊരല്പം വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കുക. അപ്പോൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കന് ഒരു അരമണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കാം, ആ മസാലക്കൂട്ടൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കാനായിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചാർക്കോളൊക്കെ കത്തിച്ച് റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ ഒരു അരമണിക്കൂർ നേരം ആയിട്ടുണ്ട്. നമ്മൾ ഗ്രില്ല് തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ചെറിയ കനലിൽ ചെറിയ ചൂടോടുകൂടിയാണ് ഇത് വെന്ത് വരുന്നത്. അപ്പോൾ 1 മണിക്കൂർ നേരമെങ്കിലും എടുക്കും ഇത് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് നമ്മൾ ഈ ഗ്രില്ലിൻ്റെ നമ്മുടെ ഈ കമ്പി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല ടേസ്റ്റിയാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഈ ചില്ലി ഫ്ലേക്സ് ഒക്കെ കൂടി ചേർത്തിട്ടുള്ള ഈ ചിക്കനാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.